ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ ചെറുതായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അത് ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ട് പ്രൊജക്റ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് അത് ആളുകൾക്കൊക്കെ അവൈലബിൾ ആയിട്ട് പബ്ലിക്കായിട്ട് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ തുടർന്ന് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ index.html എന്ന ഭാഗത്ത് ഞാൻ ഈ എക്സ് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ആ പ്രൊജക്റ്റ് റൺ ചെയ്യിക്കുമ്പോൾ ഇവിടെ കറൻറ്റിൽ ഒരു എററാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലൊരു എറർ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, നോക്കൂ, ഇവിടെ വന്ന് ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ കറൻറ്റിലെ എററും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ആമസോൺ ആണെങ്കിലും അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതുപോലെ അവരെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എറർ ഒരിക്കലും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ അവർ ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്റേക്കുകളായിരിക്കും. അപ്പോൾ ഈ രൂപത്തിലുള്ളൊരു മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ വരാതെ, അതായത് ഇതൊരിക്കലും ഒരു യൂസർക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളല്ല ഇത് കാണുന്നത്. അതായത് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ഡെവലപ്പർക്ക് കാണേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഒരിക്കലും യൂസർക്ക് ഇത് വായിച്ചാലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ സ്ക്രീന് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതായത് പ്രൊഡക്ഷനിൽ വരുമ്പോൾ ഈ സ്ക്രീനിൽ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. ഇവിടെ ഡിബഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡിബഗ് എന്നുള്ളത് ട്രൂ ആണ്. ഇതിൻ്റെ മുകളിൽ പറയേണ്ട സെക്യൂരിറ്റി വാണിംഗ് ഡോൺ റൺ വിത്ത് ഡിബഗ് ടേൺ ഓൺ ഇൻ പ്രൊഡക്ഷൻ്റെ നേരത്തെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഡിബഗ് എന്നുള്ളത് ഒരിക്കലും ഓൺ ചെയ്ത് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അതൊരു സെക്യൂരിറ്റി വാണിംഗ് ഒക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതായത് നമ്മളിത് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്ലയൻറ്റിന് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഡിബഗ് എന്നുള്ള ഭാഗം എന്ത് ചെയ്യരുത്, ട്രൂ ആയി കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് എന്ത് ചെയ്യേണ്ടത്, ഈ ട്രൂ എന്നുള്ളത് ഞാനിവിടെ ഇത് ഒഴിവാക്കിയിട്ട് ഫാൾസ് എന്നാക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഡിബഗ് മോഡ് ഞാനിവിടെ ഓഫ് ആക്കുകയാണ് ചെയ്തത്. എഗെയിൻ നമുക്ക് ഒന്നുകൂടി ഇത് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, റൺ ചെയ്യിപ്പിക്കാം. എഗെയിൻ ഒന്നുകൂടി ഇത് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. യു മസ്റ്റ് സെറ്റിംഗ് അലൗഡ് ഹോസ്റ്റ് ഈ ഡിബഗ് ഈസ് ഫാൾസ്. ഈ ഡിബഗ് ഫാൾസ് എന്നുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അലൗഡ് ഹോസ്റ്റ് എന്നുള്ള ഭാഗം ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അലൗഡ് ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സെർവറിലാണോ അല്ലെങ്കിൽ ഏത് ഡൊമൈനിലെ കീഴിലാണോ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് ആ ഡൊമൈൻ്റെ പേര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലൗഡ് ഹോസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കുള്ള കാര്യങ്ങൾ തുടർന്ന് വരുന്ന അഡ്വാൻസ്ഡ് ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഫേസ്ബുക്കിനാണ് ഈ പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അലൗഡ് ഹോസ്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ facebook.com എന്നായിരിക്കും കൊടുക്കുക. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഏത് ഡൊമൈനിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഈ സൈറ്റ് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഡിബഗ് ഫാൾസ് ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് റണ്ണ് ചെയ്യൂ. അപ്പോൾ ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് ഡൊമൈനിലും നിങ്ങൾക്ക് റണ്ണ് ചെയ്യിപ്പിക്കാം എന്ന മീനിങ് വരുന്ന ജസ്റ്റ് ഒരു സ്റ്റാർ ചേർത്ത് കൊടുക്കുക. ഈ സ്റ്റാർ ഇട്ടാൽ അതിന് ഇന്ന ഡൊമൈൻ്റെ കീഴിൽ മാത്രമല്ല ഏത് ഡൊമൈൻ്റെ കീഴിലും ഇത് വർക്കാവും എന്നുള്ളതാണ് ഈ സ്റ്റാറിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് വരുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, പ്രോഗ്രാം ഇപ്പോൾ റണ്ണായിട്ടുണ്ട്. നമുക്കിവിടെ വന്ന് ഇതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എന്തായിരിക്കും, സെർവർ എറർ എന്ന് മാത്രമായിരിക്കും കാണിച്ചു തരിക. എറർ കോഡ് എന്താണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. സെർവർ എറർ എന്നാണ് കാണിച്ചു തരുന്നത്. അത് യൂസർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല ഇതിൽ എന്തുകൊണ്ടാണ് ഈ എറർ വന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ഇവിടെ വ്യൂവിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ ഇൻഡെക്സ് എന്നുള്ളിടത്ത് എക്സ് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. ആ എക്സ് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഇവിടെ
ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് നമുക്കത് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നോക്കൂ, കറക്റ്റായിട്ട് നമുക്ക് ആ വെബ് പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ വെബ് പേജ് പ്രൊഡക്ഷൻസ് ഓണിലേക്ക് പോകുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.